അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ദീനി സ്നേഹികളെ, നമ്മൾ പരിശുദ്ധമായ പവിത്രമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഇനി പുണ്യങ്ങളുടെ പൂക്കാലമായ ആ പരിശുദ്ധ റമളാനിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. ആ റമളാനിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം വളരെ സുന്ദരമാകണം. പാപങ്ങൾ പുറത്തു ആ പരിശുദ്ധ റമളാനിൻ്റെ മഹത്വങ്ങൾ നമ്മളെല്ലാം വാരിക്കോരിയെടുക്കാനാണ് റജബും ഷഅബാനും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ഷഅബാൻ. പടച്ചോനെ, റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. വബല്ലിഗ്നാ റമളാൻ, ആ പവിത്രമായ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 5 വഖ്ത് നമസ്കാരവും അതുപോലെ തന്നെ മറ്റു പ്രാർത്ഥനയുടെ സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഈ പ്രാർത്ഥന നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലി നമ്മൾ നിലകൊള്ളുകയാണ് അല്ലേ. എന്നാൽ പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കടക്കുന്നതിൻ്റെ മുമ്പ് പുണ്യമായ ഈ ബറാഅത്തിൻ്റെ ദിനമൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത്, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ എല്ലാവരുടെയും ചിന്തക്കകത്ത് നമ്മൾ ഒരു സൂചന കൊടുക്കേണ്ട ഒരു കാര്യം ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരിലേക്ക് ഈ ഇൽമിനെ എത്തിക്കുകയും നമ്മൾ ചെയ്യണം. നമ്മളൊക്കെ ചെയ്യുന്ന, ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ വാക്കിലോ പ്രവർത്തനത്തിലൊക്കെ വന്നു പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാ, ഇന്ന ഫുലാനത്ത, ഒരു സ്ത്രീയുണ്ട് നബിയെ, തൊഖൂമുൽ ലൈല, ആ സ്ത്രീ രാത്രി സമയത്തൊക്കെ നിന്ന് നിസ്കരിക്കുന്നവരാണ്. ഏത് സമയത്താകട്ടെ അള്ളാഹു എന്നുള്ള ചിന്തയോട് കൂടെ നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ രാത്രി ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ട തഹജ്ജുദ്, അതുപോലെ തന്നെ ഇശാഇൻ്റെ ശേഷമുള്ള റവാത്തിബ് കഴിഞ്ഞ് വിത്തറൊക്കെ കഴിഞ്ഞ് തഹജ്ജുദ് എല്ലാം അവിടുന്ന് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു സഹോദരിയാണ്. ഒത്ത സൂമുൻ നഹാറ, പകലിൽ അധിക ദിവസവും ആ സ്ത്രീ നോമ്പെടുക്കുന്നവളുമാണ്. പകലിൽ നോമ്പായിരിക്കും, രാത്രി സമയത്ത് ഇബാദത്തുകളായിരിക്കും, നിസ്കാരങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും. വത്തുഫ്അലു വതസദ്ദഖ, അങ്ങനെ പല അമലുകളും പല സാമൂഹിക പ്രവർത്തനങ്ങളും മറ്റു സ്വതക്കുകളും മറ്റുമൊക്കെ ഈ സഹോദരി ചെയ്യാറുണ്ട്. പക്ഷേ വതുഇദി ജീറാനഹ ബിലിസാനഹ, പക്ഷേ ആ സ്വഹാബി പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത് തൻ്റെ അയൽവാസികളായ ആളുകളെ നാക്ക് കൊണ്ട് അവിടുന്ന് ഉപദ്രവിക്കാറുണ്ട് എന്നാണ്. ഒന്നാലോചിച്ച് നോക്കാൻ, നിങ്ങൾ ഈ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഉള്ളത് നാവ് കൊണ്ട് തൻ്റെ അയൽവാസികളായ ആളുകളെ ഉപദ്രവിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു ഖൈറുമില്ല, ഒരു നന്മയുമില്ല. മാത്രമല്ല ഹിയ മിൻ അഹ്ലിന്നാർ, ആ പെണ്ണ് സ്വർഗത്തിലല്ല, ആ പെണ്ണ് നരകത്തിൻ്റെ അവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് നോക്കൂ നിങ്ങൾ, ഇത്രയും നന്മകൾ ചെയ്തിട്ട് എല്ലാവർക്കും നന്മയാണ് ആ സഹോദരിയെക്കുറിച്ച് പറയാനുള്ളത്, ആ സ്ത്രീയെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ലാസ്റ്റ് പറഞ്ഞു, ആ അയൽവാസികളെ നാക്കിക്കൊണ്ട് ചിലപ്പോൾ കളവ് പറയും, ഐബത്ത് പറയും, മറ്റുള്ളവരോട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഈ സഹോദരിക്കുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അള്ളാഹിൻ്റെ ഹബീബ് പറയാണ്, ആ പെണ്ണ് സ്വർഗത്തിലല്ല, അതിന് സ്വർഗമില്ല. ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ ഉടനെ പായായി പോവുകയാണ്. അത് കാറ്റത്ത് പറന്നു പോകുന്നത് പോലെ അല്ലേ, തുവടികൾ പഞ്ഞിക്കെട്ടുകളൊക്കെ പാറിപ്പോകുന്നത് പോലെ ചെയ്യുന്ന അമലുകളൊന്നുമില്ല, അതൊക്കെ പറന്നു പോകും, ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ആ സ്ത്രീക്ക് അതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഫുലാനത്തു, മറ്റൊരു സ്ത്രീയെക്കുറിച്ച്, തുസല്ലിൽ മക്തൂബത വതസദ്ദഖു ബിഅസ്വാരിൻ മിനൽ അഖിത്വി, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ചിട്ട്, ചെറിയ പാൽക്കട്ടികളുണ്ട്, അത് കഴിയുന്നവർക്കൊക്കെ സ്വതക്ക ചെയ്യും, അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ സ്വതക്ക ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഫർള് മാത്രം നിസ്കരിക്കും. പക്ഷേ വലാ തുഅ്ദി അഹദൻ, ഒരു മനുഷ്യനെയും പ്രയാസപ്പെടുത്തൂല. കൂടുതൽ അമലുകളില്ല, ചെറിയ പാൽക്കട്ടിയൊക്കെ വിറ്റ് ജീവിക്കുകയാണ്, അതിൽ നിന്ന് കുറച്ചൊക്കെ സ്വതക്കും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സ്ത്രീ. പക്ഷേ കുറേ മേലെ പറഞ്ഞ എന്താണ്, ഒരുപാട് നന്മ ചെയ്യുന്ന സ്ത്രീയാണെന്നാണ്. പക്ഷെ താഴത്ത് പറഞ്ഞ എന്താണ്, കുറേ നന്മയൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യനോടും ഒരു വെറുപ്പോ ദേഷ്യമോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഈബത്തോ അവരെ നാക്കിക്കൊണ്ട് ഉപദ്രവിക്കുന്ന പണി ആ സ്ത്രീക്കില്ല. അങ്ങനത്തെ സ്ത്രീയെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹിയ മിൻ അഹ്ലിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണെന്നാണ്. എന്നാലോചിച്ചാൽ നിങ്ങൾ കുറേ നന്മ ചെയ്തു, നമ്മൾ കുറേ നോമ്പും നിസ്കാരവും മറ്റു നന്മകളും സക്കാത്തുകളൊക്കെ കൊടുത്തു ചെയ്തു നമ്മൾ. പക്ഷേ നമ്മളെ നാക്ക് കൊണ്ട് കൈ കൊണ്ട് മറ്റുള്ളവരെ ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ
നമ്മൾ യഥാർത്ഥ മുസ്ലിമല്ല. അള്ളാഹിൻ്റെ സ്വർഗം നമുക്കില്ല. ദുനിയാവിൽ വെച്ച് എത്ര ഇബാദത്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല. റജബും ഷഅബാനും റമളാനും ഒന്ന് വന്നിട്ട് അതിലൊക്കെ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ഹയാത്താക്കിയ ദിനങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. നിസ്സാര കാര്യം കൊണ്ട് നമ്മുടെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ ദിവസത്തോടു കൂടെ പരിശുദ്ധ റമളാനിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ നമ്മുടെ നാക്കിലോ നമ്മുടെ പ്രവർത്തനത്തിലോ ചിന്തയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു തട്ടിമാറ്റി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.